ഈ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി നെയിൽ ആർട്ട് ചെയ്ത ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ആ നെയിൽ ആർട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡുകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നാച്ചുറലായിട്ടുള്ള അവരുടെ നെയിലിൽ ജെൽ പോളിഷ് അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ഈ ജെൽ പോളിഷ് നാച്ചുറലായിട്ടുള്ള നെയിലും അടിച്ചേക്കാം, ആർട്ടിഫിഷ്യൽ നെയിൽ ഒട്ടി അതിൻ്റെ മുകളിലും ഡയറക്റ്റായിട്ട് ജെൽ പോളിഷ് ഇട്ടേക്കാം, അക്രിലിക് എക്സ്റ്റൻഷൻ കൊടുത്ത് ജെൽ പോളിഷ് ഇട്ടേക്കാം, ജെൽ എക്സ്റ്റൻഷൻ കൊടുത്ത് ജെൽ പോളിഷ് ഇട്ടേക്കാം. അപ്പോൾ ഇതിൽ ഏതായാലും ജെൽ പോളിഷ് ആണ് ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മാജിക് റിമൂവർ ഉപയോഗിച്ചിട്ട്, മാജിക് റിമൂവർ എന്ന് പറയുന്ന ഈ സംഭവമാണ് കേട്ടോ, മാജിക് റിമൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരുടെ നെയിലിൽ നിന്നും ആ ജെൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഈ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾ നന്നായിട്ട് എഴുതിയൊക്കെ വെക്കുക. അന്നേരം പ്രൊസീജിയർ കാണിക്കുമ്പോൾ ഈസി ആയിട്ടുണ്ടാകും. ഈ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ നെയിൽ റിമൂവിങ്, ജെൽ നെയിൽ റിമൂവിങ്, അക്രിലിക് നെയിൽ റിമൂവിങ്. ഈ മൂന്നിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും സ്പെസിഫിക് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റും ഉണ്ടോ എന്നുള്ളതാണ്. സത്യമായിട്ടും ഇതൊരു സ്പെഷ്യലൈസ്ഡ് അസറ്റോൺ ആണ്. ഇതെല്ലാ പ്രോഡക്റ്റും തന്നെ കോമൺ ആയിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ ഓൺലൈനൊക്കെ ഒത്തിരി അവൈലബിൾ ആണ്. അത് ആർട്ടിഫിഷ്യൽ നെയിൽ ഒട്ടിയാൽ അതിനെ ഇളക്കാനായിട്ട് സഹായിക്കും, അക്രിലിക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇളക്കാനായിട്ട് സഹായിക്കും, ജെൽ നെയിൽ എക്സ്റ്റൻഷൻ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും നെയിം എഴുതി വരുന്ന പ്രോഡക്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും സ്പെസിഫിക് ആയിട്ട് ഷിൽസിൻ്റെ, ബോൾബിയുടെ, എന്നാൽ ഇതിനെല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് മനസ്സിലായി കാണുമല്ലോ. ഇത് ഏത് പ്രോഡക്റ്റ് എടുത്താലും എന്താണിത്, സ്പെഷ്യലി മേക്ക് ചെയ്തെടുത്തിട്ടുള്ള അസറ്റോൺ തന്നെയാണ്. ഈ ജെൽ നെയിൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ആകും, ബട്ട് അക്രിലിക് അങ്ങനെയല്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ജെൽ എക്സ്റ്റൻഷൻ ഇളക്കുന്നതിനൊരു വിധമുണ്ട് റിമൂവ് ചെയ്യുന്നതിന്, അക്രിലിക് എക്സ്റ്റൻഷൻ ഇളക്കുന്നതിന് റിമൂവ് ചെയ്യുന്നതിന് ഒരു വിധമുണ്ട്. ഏറ്റവും ഈസിയസ്റ്റ് വേ ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ പോകുമ്പോൾ പഠിക്കും. പ്രോഡക്റ്റ് നോളജ് വേണം, എല്ലാം വൃത്തിക്ക് എഴുതി വെക്കണം കേട്ടോ. ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ അക്രിലിക് റിമൂവർ ആയിട്ടോ അല്ലെങ്കിൽ ജെൽ നെയിൽ എക്സ്റ്റൻഷൻ്റെ റിമൂവർ ആയിട്ടോ വാട്ട് എവർ മേ ബി ഒരു നെയില്, ആർട്ടിഫിഷ്യൽ നെയില് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് എന്തൊക്കെ ഗുണഗണങ്ങൾ അടങ്ങിയതായിരിക്കണം എന്നുള്ളതാണ്. നെയിലിൽ ഫർദർ ആയിട്ട് ഉണ്ടായേക്കാവുന്ന ഇൻഫെക്ഷൻസും ഒക്കെ തന്നെ 100% പ്രിവെന്റ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, വേഗത്തിൽ നമുക്ക് റിമൂവിങ് പ്രോസസ്സ് സാധ്യമാക്കി തരണം. നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു, അത് ഒത്തിരി ലാഗായിട്ട് ക്ലയൻറ്റിന് ഒത്തിരി ക്ഷമ കെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നല്ലതല്ല. സോ അതുകൊണ്ട് ഈ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും തന്നെ അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കി വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ ഒട്ടിച്ചിരിക്കുന്ന ജെൽ എക്സ്റ്റൻഷൻ ആയാലും അക്രിലിക് എക്സ്റ്റൻഷൻ ആയാലും അത് എലിമിനേറ്റ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്.